കുറച്ച് ആവശ്യങ്ങളൊക്കെ ആയിട്ട് ഞാനും അമ്മയും കാട്ടാക്കട പോയിട്ടുണ്ടായിരുന്നു. പോയി ഒരു ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു കടയിൽ പോയി ഷാർജയൊക്കെ കുടിച്ച് നേരെ പോയത് രാമചന്ദ്രയിലാണ് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ വിസ്മയിൽ പോയിട്ടുണ്ടായിരുന്നു. വിസ്മയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ അവിടെയുള്ള സ്റ്റാഫിനോട് ഞാൻ ചോദിക്കും, ആന്റി ഇൻഡോമി ഉണ്ടോ എന്ന്. അപ്പോൾ ആന്റി പറയും, ഇല്ല മോളെ, ഞങ്ങൾ ഇവിടെ ഇതുവരെ അങ്ങനെ എടുത്തിട്ടില്ല എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവിടെ ഇൻഡോമി കണ്ടു. 4 ഫ്ലേവർ ഉണ്ടായിരുന്നു. 4 എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഒരെണ്ണം എടുത്ത് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിസ്മയിൽ ഇറങ്ങി അടുത്ത് പോയത് ഫ്രൂട്ട്സ് മേടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ചൂട് കാരണം ഹെൽമെറ്റ് ഒന്ന് ഊരിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കി ഇതായിരുന്നു എന്റെ അവസ്ഥ. അങ്ങനെ വീട്ടിലെത്തി വാങ്ങിച്ച സാധനമൊക്കെ അപ്പുന്റെ കയ്യിൽ കൊടുത്തേച്ച് വിട്ടിട്ട് ഞങ്ങൾ നേരെ റേഷൻ കടയിലാണ് കേട്ടോ പോയത്. ഈ റേഷൻ കടയിൽ പോയപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം ഓർത്തത്. ഇതിന്റെ സൈഡിലായിട്ട് ഒരു വഴിയുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ഇവിടെ ഒരു നാടുകാണി ക്ഷേത്രം ഉണ്ട് ഗൈസ്. അപ്പൊ പണ്ട് ഞാനും എന്റെ ചേച്ചിമാരൊക്കെ ആയിട്ട് ഈ വഴിയായിരുന്നു കേട്ടോ അവിടെ പോയിക്കൊണ്ടിരുന്നത്. അവരെല്ലാവരും കെട്ടിപ്പോയിട്ടോ. അതിനുശേഷം ഞാൻ ഇങ്ങോട്ടൊന്നും വന്നിട്ടുമില്ല. വഴിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ടായിരുന്നു പോയി നോക്കിയപ്പോൾ. ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ട് എന്റെ മുളകൊക്കെ ഇട്ട് ഞാൻ ഒരു സോഡ നാരങ്ങയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ഒരു സോഡ നാരങ്ങ ഫാനാണ്. അങ്ങനെ ഞങ്ങൾ പോയി മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ കട കണ്ടു. ഇത് ഞങ്ങളുടെ അവിടെ പണ്ട് മീൻ നിന്നോണ്ടിരുന്ന ഒരു മാമന്റെ കടയാണ് കേട്ടോ. അങ്ങനെ മീനൊക്കെ മേടിച്ച് വീട്ടിൽ പോയതിനു ശേഷം ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഒപ്പം പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഒരു ഗിഫ്റ്റിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അത് മേടിക്കാനായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നത്. ഇതായിരുന്നു ഗിഫ്റ്റ്. എന്റെ ഫ്രണ്ടിന്റെ മാരേജ് ആയിരുന്നു അടുത്ത ദിവസം. അപ്പൊ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഇത്. വൈദവേ അവളുടെ കല്യാണം കഴിഞ്ഞു. വ്ളോഗ് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കുട്ടിയുടെ സ്നേഹ പ്രകടനമാട്ടോ ഇത്. അപ്പൊ ശരി എന്നാ, ബൈ ബൈ.